നമസ്കാരം. ചിലർക്ക് ബീഫ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും മുൻപ് അലർജി ഇല്ലാത്തവർക്ക് ഇപ്പോൾ അലർജി വരാനുള്ള കാരണങ്ങളും നോക്കാം. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ബീഫിലെ ചില പ്രോട്ടീനുകളെ തെറ്റായി തിരിച്ചറിയുന്നത് കൊണ്ടാണ് അലർജി ഉണ്ടാവുന്നത്. അതായത് ശരീരത്തിന് ദോഷകരമല്ലാത്ത ബീഫ് പ്രോട്ടീനുകളെ ഒരു വൈറസിനെ പോലെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ആക്രമിക്കുന്നു. ഈ പ്രതികരണമാണ് അലർജിയുടെ ലക്ഷണങ്ങളായി കാണുന്നത്. സാധാരണയായി ബീഫിലെ സിറം ആൽബുമിൻ എന്ന പ്രോട്ടീനാണ് ഇതിന് പ്രധാന കാരണം. കുട്ടിക്കാലം മുതൽ ബീഫ് കഴിച്ചിരുന്ന ഒരാൾക്ക് മുതിർന്നപ്പോൾ അലർജി വരാനുള്ള കാരണങ്ങൾ നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പല മാറ്റങ്ങളും ജീവിതകാലത്ത് ഉണ്ടാകാം. ചിലപ്പോൾ പുതിയ ഭക്ഷണശീലങ്ങളോ ഹോർമോൺ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയിൽ മാറ്റങ്ങൾ വരാം. ഇത് പുതിയ അലർജികൾക്ക് കാരണമാകാം. ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ബാധിക്കാം. ഇത് പുതിയ ഭക്ഷണങ്ങളോട് ശരീരം അലർജി കാണിക്കാൻ കാരണമാകാം. ആൽഫ ഗാൽ അലർജി ഇത് ഒരു പ്രത്യേകതരം അലർജിയാണ്. ഒരു പ്രത്യേകതരം ചെള്ളിന്റെ കടിയേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആൽഫ ഗാൽ എന്ന തന്മാത്രക്കെതിരെ ഒരു അലർജി ഉണ്ടാകാം. ഈ ആൽഫ ഗാൽ തന്മാത്ര ബീഫ്, പോർക്ക് തുടങ്ങിയ മാംസങ്ങളിൽ കാണപ്പെടുന്നു. ചെള്ളിന്റെ കടിയേറ്റതിനു ശേഷം ഈ മാംസങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അലർജി ഉണ്ടാകാം. ഈ അലർജിയുടെ പ്രത്യേകത സാധാരണ ഭക്ഷണ അലർജികളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ എന്നതാണ്. ബീഫ് അലർജിയുടെ ലക്ഷണങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. സാധാരണയായി കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ നോക്കാം. ചർമ്മത്തിൽ തടിപ്പും ചൊറിച്ചിലും, വയറുവേദന, നെഞ്ചരിച്ചിൽ, ഛർദി, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖത്തും ചുണ്ടുകളിലും നാക്കിലും വീക്കം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.